രൺവീർ സിംഗ് നായകനായ പുതിയ സിനിമ ധുരന്ദർ ഇന്ത്യയിൽ മികച്ച പ്രതികരണം നേടുമ്പോഴും അതിന്റെ അന്താരാഷ്ട്ര റിലീസ് പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ തടസ്സപ്പെട്ടു. പാകിസ്ഥാൻ വിരുദ്ധ സന്ദേശമുണ്ടെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ചിത്രത്തിന് വിലക്കേർപ്പെടുത്തിയത്. രൺവീർ സിംഗിന്റെ പുതിയ സ്പൈ ത്രില്ലർ ചിത്രമായ ധുരന്ദർ ഇന്ത്യയിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര റിലീസ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ വെല്ലുവിളി നേരിടുകയാണ്. പാകിസ്ഥാൻ വിരുദ്ധ സന്ദേശങ്ങൾ നൽകുന്നതിനെ അധികൃതർ എതിർത്തതിനെ തുടർന്ന് ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നീ 6 ഗൾഫ് രാജ്യങ്ങളിൽ ചിത്രം നിരോധിച്ചു. അതിർത്തി കടന്നുള്ള ആഖ്യാനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഇന്ത്യൻ സിനിമകൾ മിഡിൽ ഈസ്റ്റിലെ അധികാരികളിൽ നിന്ന് കൂടുതൽ കർശനമായ പരിശോധന നേരിടുന്നത് ഈ വ്യാപകമായ നിരോധനത്തിന് കാരണമായി. ഗൾഫ് മേഖലയിലെ ഒരു നിർണായക വിപണിയായി അംഗീകരിച്ചുകൊണ്ട് ധുരന്ദറിന്റെ നിർമ്മാതാക്കൾ ഒരു ഗൾഫ് തിയേറ്റർ റിലീസ് ഉറപ്പാക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അനുമതി മുൻകൂട്ടി നിഷേധിച്ചതിനാൽ അവരുടെ ശ്രമങ്ങൾ പാഴായി. ഒരു ബോളിവുഡ് സിനിമയ്ക്ക് നിരോധനം നേരിടുന്നത് ഇതാദ്യമല്ല. ഫൈറ്റർ, സ്കൈഫോഴ്സ്, ദി ഡിപ്ലോമാറ്റ്, ആർട്ടിക്കിൾ 370, ടൈഗർ 3, ദി കാശ്മീർ ഫയൽസ് തുടങ്ങിയ സിനിമകളെയും സമാനമായ വിലക്കുകൾ മിഡിൽ ഈസ്റ്റിൽ നേരത്തെയും ബാധിച്ചിട്ടുണ്ട്. ഗൾഫ് വിപണിയിലെ തിരിച്ചടിയിലും ധുരന്ദർ ഇന്ത്യയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുകയാണ്. ആദ്യ ആഴ്ചയിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് 200 കോടി രൂപ നേടിയ ചിത്രം ഗൾഫ് രാജ്യങ്ങൾ ഒഴികെയുള്ള അന്താരാഷ്ട്ര വിപണികളിൽ നിന്ന് 44.5 കോടി രൂപയാണ് നേടിയത്. പാകിസ്ഥാനിലെ ഓപ്പറേഷൻ ലിയാരിയും ഇന്ത്യൻ ഇന്റലിജൻസിന്റെ പങ്കാളിത്തവും സംബന്ധിച്ച സംഭവങ്ങളെയാണ് സിനിമയ്ക്ക് പ്രചോദനമായത്. രൺവീർ സിംഗിനൊപ്പം സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, R. മാധവൻ, അർജുൻ രാംപാൽ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.